Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of quadrilaterals. അപ്പോൾ quadrilateralsലെ കുറച്ച് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക ജോമെട്രി ചാപ്റ്റേഴ്സ് ആയിരിക്കും. അതായത് ലൈൻസ് ആൻഡ് ആംഗിൾസ് തൊട്ടിട്ട് ഒരു 6-7 ചാപ്റ്റേഴ്സ് ജോമെട്രി ബേസ്ഡ് ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. കൺഫ്യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ആൾജിബ്ര മാതിരി പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല, ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ജോമെട്രി ചാപ്റ്റേഴ്സിന് വെയിറ്റേജും കൂടുതലാണ്. ഇപ്പോൾ ഒരു ആനുവൽ പോർഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതൽ ജോമെട്രി ചാപ്റ്റേഴ്സിനായിരിക്കും. അപ്പോൾ ജോമെട്രി ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് ജോമെട്രി ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. കോൺസെപ്റ്റ് മനസ്സിലായാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ജോമെട്രി ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഫിഗർ കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മളുടെ അനാലിസിസ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം കുറേ ക്വസ്റ്റ്യൻസ് എടുക്കുക, വർക്കൗട്ട് ചെയ്യുക, ഫിഗേഴ്സ് വരച്ച് നോക്കി നോക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഫിഗേഴ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ തരണമെന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡ്രോ ദ ഫിഗർ ഫസ്റ്റ്. നിങ്ങൾ ആ ഫിഗർ കറക്റ്റായി വരച്ചാൽ മാത്രമാണ് നിങ്ങളുടെ അനാലിസിസ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് ചെയ്ത് നോക്കി നോക്കുക. ജോമെട്രി ചാപ്റ്റേഴ്സ് ഓഫ് കോഴ്സ് നമ്മൾ സമ്മതിച്ച് തരുന്നു, കുറച്ച് നിങ്ങളുടെ ലെവലിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്. എന്നിരുന്നാൽ പോലും നമ്മളത് പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മളത് വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ 10th വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10th നമുക്കത് പഠിക്കാനൊരു മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടി കഴിഞ്ഞാലും നിങ്ങളത് ഒന്നൊരു ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും. കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് 10th അത് സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ടഫാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഇത് വിടരുത് കേട്ടോ. കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ള ഭാഗമാണ് ഈ ജോമെട്രി ചാപ്റ്റേഴ്സ്. ഓക്കെ, so this is the question, that is 9th question ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ജോമെട്രിയിലൊക്കെ ഒരു പീരിയോഡിക് എക്സാമോ അല്ലെങ്കിൽ ടെർമിനൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യത കൂടുതലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സോ നമുക്ക് തന്നിട്ടുള്ളത് ABCD പാരലലോഗ്രാം ആണ്. DP = BQ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. We are constructing AC or joining AC to intersect BD at O. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ വേണം എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു പരിചയം വേണം. അല്ലാണ്ട് കൺസ്ട്രക്ഷൻ നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യനിൽ തരുന്നതല്ല അല്ലേ. നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കൺസ്ട്രക്ഷൻ അവിടെ ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസുമായിട്ട് എന്ത് വേണം, ഒരു പരിചയം വേണം. അപ്പോൾ അതിനാണ് കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാനായിട്ട് പറയുന്നത്. സോ വി ആർ ജോയിനിങ് AC so that it intersect BD at O. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി നോക്കാം. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സബ് ഡിവിഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ APD കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ CQB എന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മളിവിടെ ആദ്യം എഴുതേണ്ടത് കൺസിഡർ ട്രയാങ്കിൾ APD ആൻഡ് CQB എന്നാണ് കേട്ടോ. അല്ലാണ്ട് കോൺഗ്രുവൻസി സിമ്പൽ ഇവിടെ ഇട്ട് വയ്ക്കരുത്, നമ്മൾക്കത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഇടരുത് കേട്ടോ. APD കോൺഗ്രുവൻറ്റ് ടു CQBയിൽ നമുക്ക് എന്തൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം? DP = BQ എന്ന് എഴുതാം അല്ലേ, ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ കണ്ടീഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും? AD = CB എന്ന് എഴുതാം, ബിക്കോസ് ABCD ഈസ് എ പാരലലോഗ്രാം. ADയും CBയും എന്നാണ് ഈക്വൽ ആണെന്ന് എഴുതാം, ബിക്കോസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. സിൻസ് ABCD ഈസ് എ പാരലലോഗ്രാം. മറക്കരുത്, എല്ലാ കണ്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീസൺ നിങ്ങൾ ബ്രാക്കറ്റിൽ കോട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും? ആംഗിൾ ADB is equal to ആംഗിൾ CBD എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. ആംഗിൾ ABDയും ആംഗിൾ CBDയും ഈക്വൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റും, ബിക്കോസ് BCയും ADയും പാരലൽ ആണെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആംഗിൾസിന് നമുക്ക് എന്തെഴുതാം? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് എഴുതാനായിട്ട് പറ്റും.
നിങ്ങൾ ഇവിടെ നോക്കി നോക്കുമോ, നമുക്ക് എ ഡി ബി വേണ്ട, എ ഡി പി മതി. പക്ഷെ നമുക്കറിയാം എ ഡി ബി ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അത്രയും പോർഷനിൽ തന്നെയാണ് ആരും കിടക്കുന്നത്, എ ഡി പിയും കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എ ബി സി ഒരു 40 ഡിഗ്രി ആണെങ്കിൽ ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എ ബി ഡിയും എന്ത് തന്നെയായിരിക്കും, 40 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഈ ഒരു റേയില് എവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു ആംഗിളിന് ഒരിക്കലും എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അതേമാതിരി തന്നെയാണ് എ ഡി ബി ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് എ ഡി പി ഓൾസോ. സോ ദാറ്റ് എ ഡി പി ഇസ് ഈക്വൽ ടു സി ബി ഡി, മൊത്തം ആംഗിൾ തന്നെയാണ് എന്തായിട്ടും വരുന്നത്, സി ബി ക്യു ആയിട്ടും വരുന്നത് അല്ലേ. സോ നമുക്കിവിടെ രണ്ട് സൈഡ് കിട്ടി ആംഗിൾ. ഈ ആംഗിൾ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അല്ലേ, എ ഡി പി. കണ്ടോ, എ ഡി പി സി ബി ക്യു. ഓക്കെ, അത് നമുക്ക് വേണ്ട ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾ തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് ടു ഈച്ച് അതർ. ഈ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് എഴുതാനായിട്ട് പറ്റും. Therefore triangle APD is congruent to triangle CQB by SAS congruence. അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സബ് ഡിവിഷൻ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദ CPCT കണ്ടീഷൻ ഓഫ് ഫസ്റ്റ് സബ് ഡിവിഷൻ അല്ലേ. ഫസ്റ്റ് സബ് ഡിവിഷന്റെ CPCT കണ്ടീഷൻ ആണ് ആര് വരുന്നത്, സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പൊ ഇത്രയും വെച്ച് അത് നിർത്താം. നെക്സ്റ്റ് ഇതേമാതിരി തന്നെ ട്രയാങ്കിൾ എ ക്യൂബിയും ട്രയാങ്കിൾ സി പി ഡിയും എന്താണെന്ന് പ്രൂവ് ചെയ്യണം, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യണം. ഇതേമാതിരി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, എ ബി ഈക്വൽ ടു സി ഡി എന്ന് എഴുതാനായിട്ട് പറ്റും. തേർഡ് സബ് ഡിവിഷൻ ട്രയാങ്കിൾ എ ക്യൂബി ആൻഡ് ട്രയാങ്കിൾ സി പി ഡി കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കി നോക്കൂ കേട്ടോ. എന്തെഴുതാനായിട്ട് പറ്റുക, ബി ക്യു ഇസ് ഈക്വൽ ടു ഡി പി എന്ന് എഴുതാം. എഴുതുമ്പോൾ നിങ്ങൾ എക്സാക്ട് പൊസിഷൻ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്തെഴുതാനായിട്ട് പറ്റും, എ ബി ഈക്വൽ ടു സി ഡി എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് എ ബി സി ഡി ഇസ് എ പാരലലോഗ്രാം. എ ബി സി ഡി പാരലലോഗ്രാം ആണ്. നേരത്തെ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എഴുതിയ മാതിരി തന്നെ നമുക്ക് ഇവിടെയും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എഴുതുകയാണെങ്കിൽ എന്താണ് വരുന്നുണ്ടാവുക, ആംഗിൾ ഒന്ന് പറഞ്ഞു നോക്കി നോക്കൂ, ആംഗിൾ എ ബി ഡി അല്ലെ. ആംഗിൾ എ ബി ഡി, ഈ ഒരു ആംഗിൾ എ ബി ഡിയും ആംഗിൾ സി ഡി ബിയും, സോറി, ദിസ് ഇസ് ആംഗിൾ സി, ദിസ് ഇസ് ആംഗിൾ ബി. ആംഗിൾ സി ഡി ബിയും എന്താണ്, ഈക്വൽ ആണ് അല്ലെ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എഴുതാം. ആംഗിൾ എ ബി ഡി ഈ ഒരു ആംഗിളും അതേമാതിരി തന്നെ ഈ ഒരു ആംഗിളും, ആംഗിൾ സി ഡി ബിയും എന്താണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എവിടെയാണ് അപ്ലൈ ചെയ്യുക, പാരലൽ ലൈൻസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ബി സിയും എ ഡിയും പാരലൽ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണെന്ന് എഴുതാം. നമുക്ക് ഈ ഫുൾ ആംഗിൾ ആവശ്യമില്ല. ആംഗിൾ എ ബി ക്യൂലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി, കൺഫൈൻ ചെയ്താൽ മതി. എ ബി ഡി തന്നെയാണ് എന്ത് വരുന്നത്, എ ബി ക്യു വരുന്നത്. സി ഡി ബി തന്നെയാണ് എന്ത് വരുന്നത്, സി ഡി പിയും വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റി, നമ്മളുടെ വേണ്ട രീതിക്കുള്ള ആംഗിളിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റി. Therefore we can write triangle AQB is congruent to triangle CPD by SAS congruence എന്ന് എഴുതാനായിട്ട് പറ്റി. അപ്പൊ രണ്ട് സൈഡും ഒരു ആംഗിളും കിട്ടിയിട്ടുണ്ടെങ്കിൽ SAS congruence ആണ്. ഫോർത്ത് കണ്ടീഷൻ എന്താണ്, AQ equal to CP. അതിനി പ്രൂവ് ചെയ്യാനില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദ CPCT കണ്ടീഷൻ ഓഫ് തേർഡ് സബ് ഡിവിഷൻ. മൂന്നാമത്തെ സബ് ഡിവിഷന്റെ CPCT കണ്ടീഷൻ ആണ് AQ equal to CP. കണ്ടോ, ഒന്നാമത്തെയും മൂന്നാമത്തെയും ജസ്റ്റ് പ്രൂവ് ചെയ്താൽ മതി. രണ്ടാമത്തെയും നാലാമത്തെ എന്താണ്, ഇതിന്റെ തന്നെ CPCT കണ്ടീഷൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ലെങ്തി ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുറുക്ക് വഴികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ. നെക്സ്റ്റ് നമുക്ക് APCQ പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, APCQ is a parallelogram എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് APCQ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു
ഉള്ളിൽ വരുന്ന ഒരു ഫിഗർ ആണ്. APCQൽ നമുക്കിപ്പോൾ ഇവിടെ ഒന്നും പാരലൽ ആണ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആക്ച്വലി AC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയഗണൽ നമ്മളിവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ AC നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തു. AC ജോയിൻ ചെയ്തു. ഇതൊരു പാരലലോഗ്രാം ആയതുകൊണ്ട് തന്നെ OA ഈക്വൽ ടു എന്തായിരിക്കും, OC ആയിരിക്കും അല്ലെ. OA വിൽ ബി ഈക്വൽ ടു OC, OA വിൽ ബി ഈക്വൽ ടു OC സിൻസ് ABCD is a parallelogram. ABCD ഒരു പാരലലോഗ്രാം ആയതുകൊണ്ട് തന്നെ OA ഈക്വൽ ടു എന്തായിരിക്കും, OC ആയിരിക്കും. ഈ ഒരു AC എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫുൾ പാരലലോഗ്രത്തിന്റെ ഡയഗണൽ ആണ് വരുന്നത്. സോ OA ഈക്വൽ ടു OC എന്നുള്ളത് നമുക്ക് പ്രോപ്പർട്ടി വെച്ച് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, OQ is equal to OP എന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് APCQ പാരലൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റും, OB is equal to OD എന്ന് എഴുതിക്കൂടെ. OB is equal to OD എന്ന് എഴുതാം, ബിക്കോസ് ABCD പാരലലോഗ്രാം ആയതുകൊണ്ട്. ABCD പാരലലോഗ്രാം ആയതുകൊണ്ട് OA will be equal to OC and also OB will be equal to OD. നമുക്കറിയാം BQയും DPയും എന്താണ്, ഈക്വൽ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ OBയിൽ നിന്ന് if we are subtracting BQ from OB, that is OB minus BQ, and PD or DP from OD, because ഈക്വൽസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. BQയും DPയും എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽസ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈക്വൽസ് റിസൾട്ടൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സിൻസ് DP is equal to BQ. DP equal to BQ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ഈക്വൽസ് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ടൻറ്റും എന്തായേ പറ്റുള്ളൂ, ഈക്വൽ ആയാലേ പറ്റുള്ളൂ. സോ OB മൈനസ് BQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, OQ ആണ്. OD മൈനസ് DP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് OP. ഇപ്പൊ നോക്കി നോക്കൂ, OQ is equal to OP എന്ന് കിട്ടി, OA equal to OC എന്ന് കിട്ടി. ഐ എം മാർക്കിംഗ് ദിസ് ആസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ആസ് ഇക്വേഷൻ 2. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 and 2 we get ABCQ is a parallelogram. APCQ ഇപ്പം നമുക്ക് എന്താന്ന് കിട്ടി, ഒരു പാരലലോഗ്രാം ആണ് കിട്ടി, ബിക്കോസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽ ഇവിടെ എന്തായി കഴിഞ്ഞു, OA ഈക്വൽ ടു OCയും കിട്ടി, OP ഈക്വൽ ടു OQയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡയഗണൽസ് എന്താണെന്നും കിട്ടി, ബൈസെക്ട് ചെയ്യുന്നു എന്നും കിട്ടി. അപ്പോൾ ഈ ഒരു എക്സസൈസിൽ നിന്ന് നമുക്ക് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു എക്സസൈസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.